നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പീഡനക്കേസിൽ കുറ്റവിമുക്തനാക്കിയ അധ്യാപകൻ ഗുരുതര ആരോപണവുമായി രംഗത്ത്. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് മൂന്നാർ CPIM ഓഫീസിൽ വെച്ചെന്ന അധ്യാപകനായ ആനന്ദ് ശിവകുമാർ. കട്ടപ്പന 20 ഏക്കറിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിക്കെതിരെ പരാതിയുമായി ചികിത്സ തേടി എത്തിയവർ രംഗത്ത്. 1.5 മാസത്തെ ചികിത്സ മൂലം രോഗം വഷളായെന്ന ആരോപണം നിഷേധിച്ച ആശുപത്രി അധികൃതർ. കാന്തല്ലൂരിൽ കാടുകയറാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ നാശം വിതയ്ക്കുന്നു. കാന്തല്ലൂരിലെ നെസ്റ്റ് കോട്ടേജിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് 5ാം തവണ. കാട്ടാന ഭീതിയിൽ പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന് നാട്ടുകാർ. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് CPI ദേവികുളം മണ്ഡലം സെക്രട്ടറി ചന്ദ്രപാൽ. വിശദമായ വാർത്തകളിലേക്ക്. പീഡനക്കേസിൽ കുറ്റവിമുക്തനാക്കിയ അധ്യാപകൻ ഗുരുതര ആരോപണവുമായി രംഗത്ത്. 2014 മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗ മേധാവിയായിരുന്ന ആനന്ദ് ശിവകുമാറിനെതിരെ 5 വിദ്യാർത്ഥികൾ പീഡന പരാതി നൽകിയത്. കേസിൽ കഴിഞ്ഞ ദിവസം തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. കോപ്പിയടി പിടികൂടുന്നതിന് CPIM ഓഫീസിൽ വെച്ച് ഗൂഢാലോചന നടത്തി തനിക്കെതിരെ വ്യാജ പീഡന പരാതി നൽകുകയായിരുന്നുവെന്നാണ് ആനന്ദ് ശിവകുമാറിന്റെ ആരോപണം. വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയതായിരുന്നു മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് ശിവകുമാറിനെതിരെ ഉയർന്ന പീഡന പരാതി. 5 വിദ്യാർത്ഥികളായിരുന്നു അധ്യാപകനെതിരായ പരാതിയുമായി രംഗത്തെത്തിയത്. 2014 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 5 വരെ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. സെപ്റ്റംബർ 5 നടന്ന 2ാം സെമസ്റ്റർ പരീക്ഷയിൽ കോപ്പിയടിച്ചതിന് ആനന്ദ് പരാതിക്കാരെ പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പീഡന പരാതി എത്തിയത്. പിന്നീട് സർവകലാശാല അന്വേഷണ കമ്മീഷനോട് തങ്ങൾ CPIM ഓഫീസിൽ വെച്ചാണ് പരാതി തയ്യാറാക്കിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരാതിക്കാർ തന്നെ വ്യക്തമാക്കി. പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെയാണ് കോടതിയും ആനന്ദ് ശിവകുമാറിനെ കുറ്റവിമുക്തനാക്കിയത്. എന്നെ അതായത് ആ എൻക്വയറിയൊക്കെ ഓൺ സൈഡഡ് ആയിരുന്നു. എൻ്റെ വാർഷിക ഇൻക്രിമെൻ്റ് 2 കട്ട് ചെയ്ത് ഞാൻ ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറിയിൽ കുറ്റക്കാരനാണ്. ഇപ്പോൾ കോടതിക്ക് അത് മനസ്സിലാകുകയും നല്ല ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 4.5 കൊല്ലമായിട്ടും ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്നെ സംബന്ധിച്ചോളം ഇതൊരു നല്ല സംരംഭമായിട്ട് തന്നെ കാണുന്നുണ്ട്. കാരണം ഇനി മേലാൽ കേരളത്തിൽ എവിടെയെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലൊരു സംഭവം സംഭവിക്കരുത്. തന്നെ കുടുക്കുവാൻ അധ്യാപകർ അടക്കമുള്ള കോളേജ് അധികൃതരും ഗൂഢാലോചന നടത്തിയെന്നും ഗൂഢാലോചനയിൽ മുൻ MLA S. രാജേന്ദ്രൻ അടക്കം പങ്കുണ്ടെന്നും ആനന്ദ് ശിവകുമാർ ആരോപിക്കുന്നു. സിറ്റി വിഷൻ മൂന്നാർ. കട്ടപ്പന 20 ഏക്കറിൽ പ്രവർത്തിക്കുന്ന ആയുർധാര ആയുർവേദ ഹോസ്പിറ്റലിനെതിരെ പരാതിയുമായി ചികിത്സ തേടിയെത്തിയവർ രംഗത്ത്. 1.5 മാസത്തെ ചികിത്സ മൂലം രോഗം വഷളായെന്നും ഞരമ്പുകളിലെ മുറിവിൽ പഴുപ്പ് ബാധിച്ചെന്നുമാണ് ആരോപണം. എന്നാൽ ആരോപണം ആശുപത്രി അധികൃതർ തള്ളി. നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാത്തതാണ് രോഗം വഷളാകാൻ കാരണമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടിയെന്ന് അവകാശപ്പെടുന്ന വൈദ്യൻ സിൻഡോ ജോസഫ് നടത്തുന്ന സ്ഥാപനത്തിൽ വെരിക്കോസ് വെയിന് സ്പെഷ്യൽ ചികിത്സയാണ് നിലവിലുള്ളത്. 20 ഏക്കർ സ്വദേശിയായ വത്സമ്മ ജോസഫ് കിഴക്കേനത്ത് 1.5 മാസം മുമ്പാണ് വെരിക്കോസ് വെയിന് ചികിത്സ തേടി ഇവിടെ എത്തിയത്. എന്നാൽ 1.5 മാസത്തെ ഇവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം രോഗം വഷളായെന്നും ഞരമ്പിൽ മുറിവുകളുണ്ടാക്കി രക്തമൊഴുക്കി കളഞ്ഞെന്നും ഈ മുറിവ് പിന്നീട് പഴുപ്പ് ബാധിച്ച ഇൻഫെക്ഷൻ ആവുകയും ചെയ്തു. നിലവിൽ കോട്ടയം കാരിത്താസിലെ ചികിത്സയിലാണ്. ഈ വിവരങ്ങൾ അറിയിച്ച വൈദ്യരെ സമീപിച്ചെങ്കിലും നിരുത്തരവാദപരമായ സമീപനമാണ് ഉണ്ടായതെന്നാണ് ഇവരുടെ ആരോപണം. ഞാൻ അങ്ങ് പോയി വന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ ആഴ്ചയും വന്ന് ആഴ്ച വരുമായിരുന്നു. കഷായം ഒരാഴ്ച തന്നെ ഉള്ളൂ. ഗുളികയും തരും, കഷായവും മരുന്നും തരുന്നത് കുടിച്ച് തീരുമ്പം വന്ന് മുടക്കാതെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയായി ദേഹം മുഴുവൻ അങ്ങ് ചൊറിഞ്ഞടിച്ചപ്പോൾ നേരം ഞാൻ ഡോക്ടർ വരുമ്പോഴൊക്കെ ഇത് കാണിക്കുന്നും പറയുന്നുണ്ട്. എന്നിട്ടും ഇവിടെ തരുന്ന മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു കാല് ക്ലീൻ ചെയ്യണമെന്ന് വരണമെന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞാൽ കാല് ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞു ക്ലീൻ ചെയ്യേണ്ട ഞാനും വേറെ ഡോക്ടറോട് വിളിച്ച് ചോദിച്ചാൽ ഒരു മരുന്ന് എന്നാ ഏതോ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു മരുന്ന് ഇവിടുന്ന് ഒരു പപ്പയുടെ എഴുതി കൊടുത്തു. എന്നാൽ ആയുർവേദ വിധിപ്രകാരമുള്ള പഥ്യം ഇവർ പാലിക്കാത്തതുമൂലമാണ് ഇവരെ ഒഴിവാക്കിയതെന്നാണ് വൈദ്യർ പറയുന്നത്. സമാന പരാതികളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെതിരെ DYSPക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇവർ. സിറ്റി വിഷൻ കട്ടപ്പന.
കാന്തല്ലൂരിൽ കാട് കയറാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ നാശം വിതയ്ക്കുന്നു. റിസോർട്ടുകളിലടക്കം കാട്ടാനയാക്രമണം പതിവാവുകയാണ്. ഒരാഴ്ചയായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ വിളയാട്ടം നടത്തുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. കാന്തല്ലൂരിലെ നെസ്റ്റ് കോട്ടേജിൽ കാട്ടാനയാക്രമണം ഉണ്ടാകുന്നത് 5ാം തവണയാണ്. കാട്ടാന ഭീതിയിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. വനം വകുപ്പ് വേണ്ട ഇടപെടൽ നടത്തുന്നില്ലെന്നും പ്രതിഷേധവുമായി മുമ്പോട്ടു പോകേണ്ട സാഹചര്യമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ രാവിലെ 3 മണിക്കാണ് കാന്തല്ലൂരിലെ നെസ്റ്റ് കോട്ടേജിൽ കാട്ടാനകളെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച വ്യാപക നാശം വരുത്തിയത്. 2 കാട്ടാനകളാണ് റിസോർട്ടിലെത്തിയത്. റിസോർട്ടിൽ സ്ഥാപിച്ചിരുന്ന കമ്പിവേലികൾ കാട്ടാന തകർത്തു. തുടർന്ന് സമീപത്തുണ്ടായിരുന്ന വാഴകൃഷി പൂർണ്ണമായി നശിപ്പിച്ചു. പട്ടാളക്കാരനായ പ്രതീഷ് ലീസിലെടുത്തു നടത്തുന്നതാണ് റിസോർട്ട്. 5ാം തവണയാണ് ഇവിടെ കാട്ടാനയെത്തി ആക്രമണം നടത്തുന്നതെന്നും ഓരോ തവണയും വലിയ നഷ്ടമുണ്ടാക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. ആന 2-3 പ്രാവശ്യം വന്ന് ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടാക്കി. അപ്പോഴെല്ലാം ഗസ്റ്റുകളും ഒക്കെ നിറച്ച് ആൾക്കാരുള്ള സമയമായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് ആന ഇവിടുന്ന് ഓടിച്ചു വിടുകയും രാത്രി മുഴുവൻ ഉറങ്ങാതെ കുത്തിയിരിക്കുകയും ചെയ്തിട്ടുള്ളത്. നാശനഷ്ടങ്ങൾ വളരെയധികം വരുത്തി. പല പ്രാവശ്യം ഞങ്ങൾ വർഷം 2-3 ദിവസം സമരം നടത്തി. എന്നിട്ട് യാതൊരുവിധ അതിന് അവർ പറഞ്ഞ് ആനയെ താൽക്കാലികമായി ആനയെ സ്ഥിരമായി ഓടിക്കാനുള്ളൊരു ആനയെ ഓടിക്കാൻ, അത് കഴിഞ്ഞ് ഫെൻസിങ് ഇടാം, ഇതൊന്നും നടക്കുന്നില്ല. പ്രദേശത്ത് കഴിഞ്ഞ വർഷം വ്യാപകമായി കൃഷിനാശവും അപകടവും സംഭവിച്ചതിനെ തുടർന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഇതേ തുടർന്നാണ് പ്രദേശത്ത് നിന്നും കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച മുതൽ വീണ്ടും പ്രദേശത്ത് കാട്ടാനകളെത്തി തമ്പടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. വിവരം അറിയിച്ചാൽ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്താറില്ലെന്നും രാത്രിയിൽ കാട്ടാനയെത്തിയ വിവരം അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ രാവിലെയാണ് എത്തിയതെന്നും ഇവർ ആരോപിക്കുന്നു. ഒരു ഗ്രൂപ്പിനെ ഇവിടെ വിന്യസിക്കും, കാന്തല്ലൂർ സ്ഥിരമായിട്ട് അവർ ഉണ്ടാവും, രാത്രിയും പകലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതൊന്നും നടക്കുന്നില്ല. വിളിച്ച് 2-3 മണിക്കൂറുകൾ കഴിഞ്ഞാണ് വരുന്നത്. ആനയായിട്ട് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ ആനയായിട്ട് മല്ലിടും? ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്നത്. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പാമ്പൻപാറ, പുതുവെട്ട്, പെരടിപ്പള്ളം, വേട്ടക്കാരൻ കോവിൽ, ശിവൻപന്തി വഴിയാണ് ഗ്രാമങ്ങളിലേക്ക് കാട്ടാനയെത്തുന്നത്. ഈ പാതയിൽ വനപാലകർ നിരീക്ഷണം നടത്തി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താതെ കാട്ടിലേക്ക് തുരത്തണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. സിറ്റി വിഷൻ, മറയൂർ. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് CPI ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ. പഞ്ചായത്തിലാകെ പനി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യമാണെന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്നും ചന്ദ്രപാൽ മുന്നറിയിപ്പ് നൽകി. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പകർച്ചപ്പനി വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ജില്ലാ മെഡിക്കൽ വിഭാഗവും ആരോഗ്യവകുപ്പും ഇടപെടണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ അവിടെ ക്യാമ്പ് നടത്തിയപ്പോഴേക്കും അറിയാൻ സാധിച്ച ഒരു കുടുംബത്തിൽ തന്നെ 2-3 പേർക്കാണ് പനി ബാധിച്ച് കിടക്കുന്നത്. അങ്ങനെ ആ പഞ്ചായത്ത് ആകമാനം തന്നെ ഇങ്ങനെ പകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയൊരു ആപത്തായിട്ടുള്ള ഒരു നിലയിലേക്കാണ് ഇടമലക്കുടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ആരോഗ്യവകുപ്പ് ഇടപെടണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ വലിയൊരു സമര രംഗത്തേക്ക് വരുവാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇനി നോക്കാം ഓണക്കാഴ്ച. ഓണാഘോഷത്തിന്റെ ആവേശത്തിലാണ് നാടും നഗരവുമെല്ലാം. ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് കൂട്ടായ്മയുടെയും ഒത്തുചേരലിന്റെയും ആഘോഷമാക്കി മാറുകയാണ് ഓരോ ഓണാഘോഷവും. അതിന്റെ നേർക്കാഴ്ചയായിരുന്നു എഴുകുംവയൽ നിത്യസഹായ മാതാ ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാരവം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം. ജാതിമത വർഗവർണ്ണ ഭേദമന്യേ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എഴുകുംവയലിൽ ഒത്തൊരുമയുടെ ഓണം ആഘോഷിച്ചു. രാവിലെ എഴുകുംവയൽ കുരിശുമല ജംഗ്ഷനിൽ നിന്നും കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കൂട്ടയോട്ടം നീലകണ്ഠം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീമി ലാലിച്ചൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ഓണാഘോഷം പള്ളിയങ്കണത്തിൽ SNDP ശാഖാ പ്രസിഡന്റ് ശ്രീ KN തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം പ്രത്യേക മത്സരങ്ങൾ. ഏറെ ആവേശം പകർന്നത് കൈക്കരുത്തിന്റെ പോരാട്ടമായ വടംവലി തന്നെ. കരുത്തന്മാരോ മത്സരിക്കുന്ന വടംവലി മത്സരം വിട്ടുകൊടുക്കില്ല. ശില്പശാല പള്ളിക്കവല
വിവിധ വിഭാഗങ്ങളിൽ 15ഓളം ടീമുകൾ അണിനിരന്ന വടംവലി മത്സരവും നടന്നു. പങ്കെടുത്തവർക്ക് ക്യാഷ് അവാർഡും സമ്മാനങ്ങളും നൽകി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഓണ ഊഞ്ഞാലും ഓണപ്പായസവും സംഘാടകർ ക്രമീകരിച്ചിരുന്നു. പരിപാടിയിൽ വെച്ച് എഴുകുംവയൽ സ്വദേശിയായ ശ്രീമതി അനുജ കെ എഴുതിയ കഥാ സമാഹാരമായ ശർക്കര വരട്ടി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എഴുകുംവയൽ നിത്യസഹായ മാതാ ദേവാലയ വികാരി ഫാദർ ജോസഫ് ചുനിയൻ മാക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീമതി മായാകുമാരി PGക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജൈനമ്മ ബേബി, ഇരുമ്പുകുത്തിയിൽ ഷാജി തൊട്ടുമാക്കൽ, എഴുകുംവയൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് മായാകുമാരി PG, എഴുകുംവയൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാബു മാത്യു മണിമലക്കുന്നേൽ, എഴുകുംവയൽ ആപ്കോസ് പ്രസിഡന്റ് KP രാജൻ കുന്നേൽ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ചാക്കോച്ചൻ പാറത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പഴയ കാലത്തിന്റെ ഓണാഘോഷങ്ങൾ പുതിയ തലമുറയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പഴയുടുതി ഗ്രാമീണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി മാവേലി എഴുന്നള്ളത്തിന് തുടക്കമായി. വീട്ടുമുറ്റത്തെ അത്തപ്പൂക്കളങ്ങളും മാവേലി എത്തി സന്ദർശിച്ചു. പഴമയുടെ ഓർമ്മകൾ നിറയുന്നത് കൂടിയാണ് ഓണക്കാലം. കൂട്ടായ്മയുടെയും കൂടിച്ചേരലിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശം പകരുന്ന ഓണം നാട് ഒന്നിച്ചാഘോഷമാക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ഇത്തവണത്തെ മാവേലി എഴുന്നള്ളത്തിനുള്ളത്. രാജാക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാവേലി എഴുന്നള്ളത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. മാവേലിയുടെ കിരീടധാരണം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു നിർവഹിച്ചു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി ജോസ് കൊച്ചറ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മ കൺവീനർ ഫാദർ മാത്യു കരോട്ടു കൊച്ചറയ്ക്കൽ ആശീർവാദം നടത്തി. ഇന്നത്തെ വിശിഷ്ട അതിഥി എന്ന് തന്നെ നമുക്ക് പറയാവുന്ന നമ്മുടെ മാവേലി നല്ല രീതിയിൽ തന്നെ അണിഞ്ഞൊരുങ്ങി തന്നെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി പിന്നെ നമ്മുടെ ടൗണ് ചുറ്റി തന്നെ നമുക്ക് നമ്മുടെ പുതിയ തലമുറ കുട്ടികളെ ഇത് ബോധ്യപ്പെടുത്തുന്നതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. മാവേലി എഴുന്നള്ളത്ത് ഘോഷയാത്ര രാജാക്കാട് ടൗൺ ചുറ്റി പഴയവിടുതിയുടെ വിവിധ മേഖലകളിലുള്ള വീട്ടുമുറ്റത്തെ പൂക്കളങ്ങളും സന്ദർശിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും വനിതാ വടംവലി മത്സരമടക്കം ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കും. രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മ ചെയർമാൻ MP ശ്രീകുമാർ സമ്മാനദാനം നിർവഹിക്കും. തുടർന്ന് 3 പറ നെല്ലും നിലവിളക്കും ജനകീയ ലേലവും പായസ സദ്യയും സംഘടിപ്പിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. രാജകുമാരി YMCA യൂണിറ്റിന്റെ ഓണാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. രാജകുമാരി മാർ ബസോലിയോസ് പാരിഷ് ഹാളിൽ നടന്ന ഓണാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന രാജകുമാരി YMCA യൂണിറ്റിന്റെ ഓണാഘോഷവും പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. രാജകുമാരി മാർ ബസോലിയോസ് പാരിഷ് ഹാളിൽ നടന്ന ഓണാഘോഷം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. YMCA റോഡ് നവീകരണത്തിന് 18 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് അവർ പറഞ്ഞു. നിരവധി വർഷങ്ങളായിട്ട് രാജകുമാരിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മണ്ഡലങ്ങളിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. ഒരു സന്നദ്ധ സംഘടന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ലോകത്തെമ്പാടുമുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നമ്മുടെ ഈ പഞ്ചായത്ത്. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു മുഖ്യപ്രഭാഷണം നടത്തി. ഗലീലക്കുന്ന് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ ബേസിൽ കൊറ്റിക്കൽ, സെന്റ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോബി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും പാലിയേറ്റീവ് ജീവനക്കാരെയും ആദരിച്ചു. കേരള റീജിയണൽ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതിയുടെയും പുതിയ അംഗങ്ങളുടെയും സ്ഥാനാരോഹണം നടന്നു. OA ജോൺ പ്രസിഡന്റും അരുൺ മാത്യു സെക്രട്ടറിയും TU വർഗീസ് ട്രഷററുമായിട്ടുള്ള 12-അംഗ ഭരണസമിതി ചുമതലയേറ്റു. സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായി ചികിത്സാ സഹായ വിതരണവും ഓണക്കിറ്റുകളുടെ വിതരണവും നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് PS കറിയയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഓണാഘോഷ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഓണസദ്യയും നടന്നു. YMCA നേതാക്കൾ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി.
ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങി വരാം. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാലത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവികയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവികയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവികയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻ ഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവികയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ഇടുക്കിയിലേക്ക് വിദേശികൾ വരെ എത്തുമ്പോൾ ഇടുക്കിക്കാർ ഏറ്റവും കൂടുതൽ യാത്ര പോകുന്ന ഒരിടമുണ്ട് തമിഴ്നാട്ടിൽ. ഇടുക്കിയുടെ അതിർത്തി ജില്ലയായ തേനിയിലെ കമ്പത്തുള്ള മുന്തിരിത്തോട്ടമാണ് ആരെയും ആകർഷിക്കുന്ന ആ വിനോദസഞ്ചാര കേന്ദ്രം. എപ്പോൾ ചെന്നാലും ഇവിടെ പാകമായ മുന്തിരി ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാഴ്ചകളേറെയുള്ള ഇടുക്കിക്കാർക്ക് വ്യത്യസ്തമായ കാഴ്ചയുള്ള തമിഴ്നാടൻ അതിർത്തി ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര ഏറെ ഇഷ്ടമാണ്. സഞ്ചാരികൾക്ക് തമിഴ്നാടൻ ഗ്രാമങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കേന്ദ്രം കമ്പത്തെ മുന്തിരിത്തോട്ടം. MSR ഗ്രേപ്സ് എന്ന ഈ മുന്തിരിപ്പാടം തേടി ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. കുടുംബവും കുട്ടികളുമായി എത്തുന്നവർ മണിക്കൂറുകൾ ചിലവഴിച്ചാണ് ഇവിടെ നിന്നും മടങ്ങുന്നത്. മറ്റു മുന്തിരിത്തോട്ടം പോലെയല്ല ഇവിടുത്തെ കൃഷി പരിപാലനം.
വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് 12 മാസവും വിളവ് ലഭിക്കുന്ന തരത്തിലാണ് കൃഷി. അതുകൊണ്ട് തന്നെ വേനലോ മഴയോ എന്നൊന്നുമില്ല. എപ്പോൾ എത്തിയാലും സമൃദ്ധമായ മുന്തിരിപ്പാടം സഞ്ചാരികളെ കാത്ത് ഇവിടെ ഉണ്ടാകും. இந்த MSR கிரேப்ஸ் கம்பத்தில் அப்பாச்சி பண்ணைன்ற இடத்துல இங்கே ஒரு 25 ஏக்கர் திராட்சை தோட்டம் உள்ளது. இந்த தோட்டத்துக்கு பார்த்தீங்கன்னா ஃபாரினர்ஸ் நிறைய வராங்க. அதுலேயும் குறிப்பாக நம்முடைய கேரளாவுடைய நிறைய கஸ்டமர் 90% கஸ்டமர் இங்கே வராங்க. உள்ளே இந்த திராட்சையை பார்த்து ரசிச்சுக்கிட்டு எல்லாம் ஃபோட்டோ எடுக்கிறாங்க, செல்ஃபி எடுக்கிறாங்க. ஓரளவு எல்லாம் முடிச்சுட்டு இங்கே சாட்டிஸ்ஃபைடாக இந்த திராட்சையை வாங்கிட்டு போகிறாங்க. இங்கே திராட்சை ஜூஸ் வாங்குறாங்க. நாங்கள் எங்களுடைய ஓன் பிராண்ட் MSRுடைய ஒயின் தயாரிக்கிறோம். அந்த ஒயின் வாங்கி ഓരളവ് സാറ്റിസ്ഫൈഡ് പോറാങ്ക. അതുകൊണ്ട് തന്നെ വരുന്ന സഞ്ചാരികളും ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും കൂടെ കൂടി കമ്പംമെട്ട, മുന്തിരിപ്പാടം എന്നീ സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ പ്രായമായവരും പിള്ളേരും എല്ലാം ആയിട്ട് നല്ലൊരു യാത്രയായിരുന്നു. എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് സന്തോഷകരമായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇനി മുന്തിരിപ്പാടത്തെത്തുന്നവർക്ക് ഇവിടെ നിന്നും മുന്തിരി വിളവെടുത്ത് വിൽപ്പനയും നടത്തുന്നുണ്ട്. കൂടാതെ മുന്തിരി ജ്യൂസും ഒപ്പം വൈൻ അടക്കമുള്ള മുന്തിരിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് നൽകുന്നു. കുടുംബവുമായിട്ടെത്തി മുന്തിരി വാങ്ങിക്കഴിച്ചും ജ്യൂസ് കുടിച്ചും മുന്തിരിത്തോപ്പിലെ തണലിൽ വിശ്രമിച്ചും ഒരു ദിവസം മുഴുവനും ഇവിടെ ചെലവഴിക്കാൻ എത്തുന്നവരും നിരവധിയാണ്. കൃഷിയിടങ്ങളിലെ വേറിട്ട ടൂറിസം സാധ്യത എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതുകൂടിയാണ് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയ ഈ മുന്തിരിത്തോപ്പ്. സിറ്റി വിഷൻ, തേനി. മലങ്കര യാക്കോബറ്റ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ മുരിക്കുംതൊട്ടി ഡിസ്ട്രിക്ട് കലോത്സവം സമാപിച്ചു. മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്ന കലോത്സവ സമാപന സമ്മേളനം MJSSA സെക്രട്ടറി NA ജോസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ആത്മീയവും കലാപരവുമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മലങ്കര യാക്കോബറ്റ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ സംഘടിപ്പിച്ചു വരുന്ന കലോത്സവത്തിന് സമാപനം കുറിച്ചു. മുരിക്കുംതൊട്ടി ഡിസ്ട്രിക്റ്റിലെ 7 ദേവാലയങ്ങളിൽ നിന്നുമായി 150-ലധികം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഇടവക തല സൺഡേ സ്കൂൾ മത്സരങ്ങളിൽ വിജയികളായവരാണ് ഡിസ്ട്രിക്ട് തല മത്സരത്തിൽ പങ്കെടുത്തത്. പ്രസംഗം, ആരാധനാഗീതം, ക്വിസ് തുടങ്ങിയ വിവിധ ഇനങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഡിസ്ട്രിക്ട് തല മത്സരത്തിൽ നടന്ന മത്സരത്തിൽ 188 പോയിന്റുകൾ നേടി മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് സൺഡേ സ്കൂൾ 1ാം സ്ഥാനവും നെടുങ്കണ്ട സെന്റ് മേരീസ് സൺഡേ സ്കൂൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മത്സരങ്ങൾക്ക് ശേഷം ദേവാലയത്തിൽ നടന്ന സമാപന സമ്മേളനം MJSSA സെക്രട്ടറി NA ജോസ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ലഭിച്ച ടാലന്റുകളെ, ആ കൃപാവരങ്ങളെ പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരമായിരുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇവിടെ ലഭ്യമായത്. കുറച്ച് ഈ കുട്ടികളെല്ലാവരും പങ്കെടുത്തെങ്കിലും വിജയം വരിച്ചവര് 1, 2, 3 സ്ഥാനങ്ങൾ കൈവരിച്ചവര് ഒരു മത്സരത്തിന് 3 പേർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇടവക വികാരി ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിലിന്റെ നേതൃത്വത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. MJSSAയുടെ പരീക്ഷാ കൺട്രോളായി തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് പോൾ നെടുമ്പറമ്പിലിനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ട്രസ്റ്റി KC ജോർജ്, MJSSA ഹൈറേഞ്ച് മേഖല ഡയറക്ടർ ബിനു M മാത്യൂസ്, സെക്രട്ടറി അഡ്വക്കേറ്റ് റോയി CB, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ പൗലോസ് എബ്രഹാം, സെക്രട്ടറി ബേസിൽ ഐബ്, ഹെഡ്മാസ്റ്റർ ഏലിയാസ് തൂവയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജകുമാരി. രാജാക്കാട് ചെരിപുറം തനിമ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചെരിപുറം കവലയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അത്തപ്പൂവിടലിന് ശേഷം രാവിലെ മുതൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. കലന്തല്ലി പൊട്ടിക്കൽ, വടംവലി അടക്കമുള്ള മത്സരങ്ങൾ ആവേശമായി. വൈകിട്ട് പൊതുസമ്മേളനവും വിവിധ കലാപരിപാടികളും ഗാനമേളയും ഓണസദ്യയും നടത്തി. പ്രസിഡന്റ് സണ്ണി പുളിക്കാന്തടത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സിജോ കൊച്ചുമുട്ടം, ചെയർമാൻ ബെന്നി ജോസഫ, കൺവീനർ സോബിജൻ മഠത്തേട്ട്, വൈസ് പ്രസിഡന്റ് മനോജ് നാരകത്താനം കുന്നേൽ, ട്രഷറർ ശ്രീകുമാർ മൂലവള്ളിയിൽ, ജോയിന്റ് സെക്രട്ടറി ബാബു പെറ്റങ്കോട്ട, സുഭാഷിണി സോമൻ, ദീപ മനോജ, അനൂപസ് നായർ, US അരുൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജാക്കാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി 2025 എന്ന കർഷക ചന്ത പ്രവർത്തനം ആരംഭിച്ചു. കൃഷിവകുപ്പ്, ഹോർട്ടികോർപ്പ്, VFPCK എന്നിവരുടെ നേതൃത്വത്തിലാണ് ചന്ത ആരംഭിച്ചിരിക്കുന്നത്. ഓണക്കാലത്തോടനുബന്ധിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ആളുകൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ചന്ത ആരംഭിച്ചിരിക്കുന്നത്. രാജാക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, കൃഷിവകുപ്പ്, ഹോർട്ടികോർപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നോക്കാമിനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 9,725 രൂപ, പവന് 77,800 രൂപ.
വെള്ളി ഗ്രാമിന് 120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീഡനക്കേസിൽ കുറ്റവിമുക്തനാക്കിയ അധ്യാപകൻ ഗുരുതര ആരോപണവുമായി രംഗത്ത്. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് മൂന്നാർ CPIM ഓഫീസിൽ വെച്ചെന്ന അധ്യാപകനായ ആനന്ദ് ശിവകുമാർ. കട്ടപ്പന 20 ഏക്കറിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിക്കെതിരെ പരാതിയുമായി ചികിത്സ തേടി എത്തിയവർ രംഗത്ത്. 1.5 മാസത്തെ ചികിത്സ മൂലം രോഗം വഷളായെന്ന ആരോപണം നിഷേധിച്ച ആശുപത്രി അധികൃതർ. കാന്തല്ലൂരിൽ കാടുകയറാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ നാശം വിതയ്ക്കുന്നു. കാന്തല്ലൂരിലെ നെസ്റ്റ് കോട്ടേജിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് 5ാം തവണ. കാട്ടാന ഭീതിയിൽ പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന് നാട്ടുകാർ. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് CPI ദേവികുളം മണ്ഡലം സെക്രട്ടറി ചന്ദ്രപാൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.